ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു പിച്ച് ഐക്യു. വി ഹാവ് ഗോട്ട് എ ബ്ലോക്ക് ബസ്റ്റർ എപ്പിസോഡ്. ഇന്നൊരു ബ്ലോക്ക് ബസ്റ്റർ എപ്പിസോഡാണ്. നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽസിലെ മാച്ചസ് ബ്രേക്ക് ഡൗൺ അനാലിസിസ് ചെയ്യുന്നതായിരിക്കും. അതിനായി നമ്മുടെ ഇവിടെ വിഷ്ണുവും തോമസും ജോയിൻ ചെയ്തിട്ടുണ്ട്. മാസീവ് ടൈസ്, ബിഗ് നെറേറ്റീവ്സ് ആൻഡ് സീരിയസ് പ്രഷർ ഫോർ യൂറോപ്യൻ ടീംസ്. യൂറോപ്യൻ ടീംസിന് ഒരു ഹ്യൂജ് പ്രഷറാണ് നാളത്തെയും മറ്റന്നാളത്തെയും ചാമ്പ്യൻസ് ലീഗ് ടൈസ്. നമുക്ക് ആദ്യം തന്നെ ഇത് ബിഗസ്റ്റ് ടൈയിലോട്ട് കടക്കാം. ബയൺ മ്യൂണിക് വേഴ്സസ് റയൽ മാഡ്രിഡ്. നമുക്കറിയാം ഈ ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ലീഗിൽ നടന്നിട്ടുള്ള മത്സരമാണ് ബയൺ മ്യൂണിക് വേഴ്സസ് റയൽ മാഡ്രിഡ്. സാധാരണ ഈ മാച്ചിലോട്ട് വരുമ്പോൾ എപ്പോഴും റയൽ മാഡ്രിഡ് ആണ് ഫേവറേറ്റ്സ് ആയിട്ട് വരാറ്. കാരണം നമുക്കറിയാം ഒരു യൂറോപ്യൻ ജയന്റ് ആണ്, അടുപ്പിച്ച് ചാമ്പ്യൻസ് ലീഗ് ജയിച്ചിട്ടുള്ള ഒരു ടീമാണ്. അങ്ങനെ ഈ ടൈലോട്ട് വരുമ്പോൾ എപ്പോഴും അവരാണ് ഫേവറേറ്റ് സാധാരണ. പക്ഷെ ഇത്തവണ ഇൻട്രസ്റ്റിംഗ്ലി ബയൺ മ്യൂണിക് ആർ ഫേവറേറ്റ്സ് ഓവർ റയൽ മാഡ്രിഡ്. ബയൺ മ്യൂണിക് ആണ് ഒരു സ്ലൈറ്റ് ഫേവറേറ്റ്സ് റയൽ മാഡ്രിഡിനെ തോപ്പിക്കാനായിട്ട് ഈ മാച്ചിൽ. വിഷ്ണുവിന് സർപ്രൈസ് ഉണ്ടോ ഇത്തവണ അങ്ങനെ ഒരു ബയൺ മ്യൂണിക് ഫേവറേറ്റ്സ് ആയിട്ട് വരുന്നത്? നമ്മൾ ഓൺ പേപ്പർ ആസ് എ ഫിക്സ്ചർ വെൻ യു സീ ഇറ്റ് ചിലപ്പോൾ നമുക്കൊരു സർപ്രൈസ് തോന്നാം. പക്ഷെ നമുക്കറിയാം നമ്മൾ ഈ സീസൺ കീൻലി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. Bayern are the most informed team in Europe right now, and they're the favorites for the Champions League according to the bookies. Bayern വളരെ consistent ആയിട്ടൊരു season. Most of their players are performing well, and they are very set under their manager Vincent Kompany. The big players are all firing, and they are pretty much set in their league. They're leading by 9 points, I think, in the Bundesliga. So അത് almost as good as one ആണ്. അതെല്ലാം കൊണ്ടും Bayern ഈ ഒരു ഫിക്സ്ചറിൽ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആണ്. Home is also favoring them. Real Madrid, on the other hand, had a bit of a turbulent season compared to how their usual seasons are. They had to sack their manager Xabi Alonso, and now the caretaker manager Arbeloa is in charge. And they had their injury issues, and they had a very inconsistent season. Or one win followed by a defeat. ആ ഒരു ഫോർമാറ്റ് ആയിരുന്നു അവർക്ക്. ആ ഒരു way, that's the way the results have come for them. So you can understand why Bayern are favorites and for this tie. But then again, Real Madrid in a UCL knockout fixture, you can never rule them out. യെസ്. അതുപോലെ എനിക്ക് തോന്നുന്നു വിൻസെന്റ് കമ്പനിയുടെ കീഴിൽ അവരൊരു അറ്റാക്കിംഗ് മെഷീനായി മാറിയിട്ടുണ്ട്. ഒരു ബയൺ മ്യൂണിക് ചാമ്പ്യൻസ് ലീഗിൽ എസ്പെഷ്യലി 32 ഗോൾസ് ആണ് അവർ 10 ഗെയിംസിൽ ഇത്തവണ അവർ സ്കോർ ചെയ്തത്. ദാറ്റ്സ് ലൈക്ക് 3.2 ഗോൾസ് പെർ ഗെയിം. അതൊരു എനിക്ക് തോന്നുന്നു അവരുടെ തന്നെ ചരിത്രത്തിലെ ഒരു റെക്കോർഡാണ് ഇത്രയും ഗോൾസ് അവർ ചാമ്പ്യൻസ് ലീഗിൽ സ്കോർ ചെയ്തെന്നുള്ളത്. ആൻഡ് കഴിഞ്ഞ റൗണ്ടിൽ നമുക്കറിയാം അറ്റ്ലാന്റ അവർ 10-2 നിലം തൊടാത്ത രീതിയിൽ അവര് അറ്റ്ലാന്റയെ തോൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണോ തോമസ് ഒരു പക്ഷേ ബയൺ മ്യൂണിക് റയൽ മാഡ്രിഡിന് ഈ മാച്ചിലോട്ട് വരുമ്പോൾ ഫേവറേറ്റ്സ് ആയിട്ട് വരാൻ കാരണം? തീർച്ചയായിട്ടും വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഡൊമസ്റ്റിക് സർക്യൂട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ഇതുവരെയുള്ള പെർഫോമൻസിലാണെങ്കിലും ദേ ഹാവ് ബീൻ എക്സെപ്ഷണൽ. ഫോർ എക്സാമ്പിൾ, ഡൊമസ്റ്റിക്കലി ദേ ഹാവ് ഓൾറെഡി സ്കോർഡ് മോർ ദാൻ 100 goals in their campaign till now. Their per goal ratio is around 3.8, 3.9 in the domestic circuit also. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു വളരെ സെറ്റ് ടീമാണ്. ഇപ്പൊ അറ്റ്ലാന്റ 10-2 അവര് തോപ്പിച്ചത് ഇൻ ദ പ്രീവിയസ് റൗണ്ട് ഓഫ് UCL. ഇൻട്രസ്റ്റിംഗ്ലി വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ക്ലച്ച് മാച്ചിലാണെങ്കിലും ദേ ആർ ഡൂയിങ് എക്സെപ്ഷണലി വെൽ. ഇപ്പൊ ലാസ്റ്റ് ടൈം ദേ കെയിം ബാക്ക് ഫ്രം എ 2-0 3-2 ആക്കിയിട്ടാണ് ഇൻ ദ ലാസ്റ്റ് 10 minutes ദേ സ്കോർഡ് 3 goals അഗൈൻസ്റ്റ് ഫ്രൈബർഗ്. സോ ഓവറോൾ വളരെ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ടീമായിട്ടാണ് ഇപ്പൊ അവർ നിൽക്കുന്നത്. പ്ലസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡയസ് ആണെങ്കിലും ഹാരി കെയ്ൻ ആണെങ്കിലും ദെൻ മൂസിയാല ആണെങ്കിലും എല്ലാം ദേ ആർ ഓൺ ടോപ്പ് ഓഫ് ദെയർ ലീഗ്. ഐ തിങ്ക് Kane has just come back from and he is now available for this match. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ there will be a direct competition contest between Kane and Mbappe in terms of goals. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ Bayern are the favorites, but however, Real Madrid is Real Madrid when it comes to a clutch, especially a UCL scenario. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺ പേപ്പർ ഡെഫിനറ്റ്ലി ബയൺ ഹാസ് ദ ചാൻസസ്, ബട്ട് ഐ തിങ്ക് ദർ വിൽ ബി there can be an upset, especially first leg is happening in Madrid home ground, Bernabeu. So maybe it can be a high scoring match in my opinion, like 2-2 അല്ലെങ്കിൽ 3-2 ഒക്കെ വരാൻ സാധ്യതയുണ്ട്. However, because of the home ground advantage, there could be an upset in this case. Maybe Real Madrid can go 3-2 or 2-1 up in the first leg, and maybe they have to come back and turn it over in the second leg എന്നൊരു തോട്ടോട് എന്റെ മനസ്സിലുണ്ട്. But overall, definitely Bayern is the favorite on paper. Okay. ഈ ടൈലോട്ട് നോക്കുമ്പോൾ നമുക്കറിയാം അർബലോയുടെ കീഴിൽ 4 കളികൾ നോക്കൌട്ടിൽ ജയിച്ചിട്ടാണ് റയൽ മാഡ്രിഡ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു കളിയും കൂടെ ജയിച്ചാൽ ഹി വിൽ ബിക്കം വൺ ഓഫ് ദി മാനേജേഴ്സ്
to win 5 knockout matches in a row in the Champions League. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ഹാൻസി ഫ്ലിക്കും ലൂയി എൻറിക്കയും ആണ് ആ റെക്കോർഡ് ഉള്ളത്. അവർ രണ്ടുപേരും ആ സീസണിൽ നേരെ പോയി ചാമ്പ്യൻസ് ലീഗ് ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ 5 നോക്കൌട്ട് മത്സരം ജയിച്ചുകൊണ്ട് അവർ ചാമ്പ്യൻസ് ലീഗ് ജയിച്ച മാനേജേഴ്സ് ആണ്. അപ്പോൾ അൽവാരോ അൽബറോയ്ക്കും ആ ഒരു അവസരം ഇത്തവണയുണ്ട്. ഈ കളികൾ ജയിക്കുകയാണെങ്കിൽ they will become a huge favorites to win the Champions League. പക്ഷേ നമുക്കറിയാം അവർ ഡൊമസ്റ്റിക്കലി അത്ര പെർഫെക്റ്റ് അല്ല. നമുക്കറിയാം ഈ സീസണിൽ അവർ ഇപ്പൊ കഴിഞ്ഞ വീക്ക് തന്നെ മയോർക്കയോട് തോറ്റു. അതും ഒട്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യാതെ തന്നെയാണ് തോറ്റത്. 7 പോയിന്റ് ഡിഫറൻസ് ബാർസലോണയായിട്ടുണ്ട്, വിഷ്ണു നേരത്തെ പറഞ്ഞ പോലെ. സോ ദർ ഇസ് എ ബിറ്റ് ഓഫ് പ്രഷർ ഫോർ റയൽ മാഡ്രിഡ് ടു പെർഫോം ഇൻ ദിസ് ചാമ്പ്യൻസ് ലീഗ് ഗ്രൗണ്ട്. ആൻഡ് ദെൻ ദർ ഇസ് ദിസ് ബിഗ് മിസ്. നമുക്കറിയാം കൂർട്ടോ കളിക്കുന്നില്ല. കൂർട്ടോ മിസ് ചെയ്യുന്ന ഒരു ടൈ ആയിട്ട് ആണ് ഇത് വരുന്നത്. കഴിഞ്ഞ കളിയിലും ഇല്ലായിരുന്നു കൂർട്ടോ. സോ അതൊരു ബിഗ് മിസ്സാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ തന്നെ miss both legs അല്ലേ? I think he's gonna miss both legs. 2 ലെഗും മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എന്റെ ഒരു ഇത് എന്ന് വെച്ചാൽ ഈവൻ ദോ ദേ ഹാവ് ദിസ് പ്രഷർ ടു പെർഫോം ബിക്കോസ് ഓഫ് ദെയർ ചാമ്പ്യൻസ് ലീഗ് സക്സസ് പ്രീവിയസ്ലി, എനിക്ക് തോന്നുന്നു അവർ ഈ ബയൺ മ്യൂണിക്കിന്റെ ഇത്രയും ഗോൾ സ്കോറിംഗ് റെക്കോർഡ് കൂടി വരുമ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ടൈ ആണ്. എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ആ ഒരു യൂറോപ്യൻ പെഡിഗ്രിയും ആ യൂറോപ്യൻ സക്സസ് ഹാബിറ്റും റയൽ മാഡ്രിഡിനും ഒരു തുല്യത നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈവൻ ദോ ബയൺ മ്യൂണിക് ആർ ഫേവറേറ്റ്സ്, ദർ ഓൺലി സ്ലൈറ്റ് ഫേവറേറ്റ്സ്. അവരൊരു ചെറിയ രീതിയിൽ ഫേവറേറ്റ്സ് ആണെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഒരു 60-40% പോലും ഇല്ല. എനിക്ക് തോന്നുന്നു 53.1 അങ്ങനെ എന്തോ ഒരു പെർസെന്റേജിലാണ് ബയൺ മ്യൂണിക് സ്ലൈറ്റ് ഫേവറേറ്റ്സ് ആയിട്ട് ഈ കളിയിലോട്ട് വരുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു റയൽ മാഡ്രിഡിനും ഡ്രീം ചെയ്യാം, അവരുടെ ഫാൻസിനും ഒരിക്കലും ഈ കളി ഒരു വൺ സൈഡഡ് ആയി മാറുന്ന എനിക്ക് തോന്നുന്നില്ല. ഈവൻ ദോ ബയൺ മ്യൂണിക് ആർ ഫയറിംഗ് ഓൺ ഓൾ സിലിണ്ടേഴ്സ്. അല്ലെ വിഷ്ണു? എനിക്ക് തോന്നുന്നു ഒരു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ടൈ ഒരു ആയി പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഒരു 10 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദർ ഹാസ് നോട്ട് ബിൻ എ സിംഗിൾ സിറ്റുവേഷൻ വേർ ബയൺ മ്യൂണിക് ഹാസ് ഗോൺ പാസ്റ്റ് റയൽ മാഡ്രിഡ്. ലാസ്റ്റ് 10 ഇയേഴ്സിൽ എന്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ. സോ അറ്റ് ദ സെയിം ടൈം ഈ ടൈമിലെല്ലാം ബയൺ ഹാസ് ബീൻ ഡോമിനന്റ് ഇൻ ദർ ഡൊമസ്റ്റിക് ലീഗ്. ആൻഡ് റയൽ മാഡ്രിഡ് നമുക്കറിയാം, വെൻ ഇറ്റ് കംസ് ടു ബാഴ്സലോണ, റയൽ മാഡ്രിഡ് അവരുടെ ഡൊമസ്റ്റിക് സീസൺസ് വെയർ ഓൾവേസ് ഓൺ ആൻഡ് ഓഫ്. ബട്ട് വെൻ എവർ UCL happens, അവർ ഈ സുധീഷ് പറഞ്ഞ പോലെ ദേ ഓൾവേസ് കം അപ്പ് ആസ് മിസ്റ്റർ UCL കൈൻഡ് ഓഫ് പെഡിഗ്രിയിലോട്ട് അവർ വരും. അപ്പോ അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. സോ ദാറ്റ് ഫാക്ടർ കുഡ് വർക്ക് ദിസ് ടൈം ഓൾസോ. എനിക്ക് തോന്നുന്നു അതൊരു നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ വളരെ സ്ട്രോങ് ഒരു പോയിന്റ് ആണ്. റയൽമാഡിന്റെ പെഡിഗ്രി ആസ് യൂറോപ്യൻ ജയൻസ്, UCL ഹെവി വെയ്റ്റ്സ്. പക്ഷെ എനിക്ക് തോന്നുന്നു ചില വർഷങ്ങളിൽ വെൻ വി സേ ദ നമ്പേഴ്സിൽ ചില വർഷങ്ങളിൽ ഹിസ്റ്ററി ഈസ് റീ റിട്ടേൺ അല്ലേ? ഐ തിങ്ക് ഇറ്റ് കുഡ് ബി വൺ ഓഫ് ദോസ് ഇയേഴ്സ്. സുധീഷ് പറഞ്ഞ നേരത്തെ ഒരു വാലിഡ് പോയിന്റ് ആണ്. അതായത് 53% ഉള്ളൂ ബയണിന്റെ ഒരു ഓഡ് എന്ന് പറയുമ്പോഴും ദാറ്റ് 53% ഈസ് അറ്റ് ബേർണബ്യൂ. ദാറ്റ്സ് മാസീവ് ഓഡ്സ്. നോട്ട് മെനി ടീംസ് ഗെറ്റ് ദാറ്റ് ഓഡ്സ് ഗോയിങ് ഇൻ ടു ഫിക്സ്ചർ ഇൻ ബേർണബ്യൂ ടു ഹാവ് ലൈക്ക് മോർ ചാൻസസ്. അല്ലെങ്കിൽ 50% മേളിൽ ചാൻസ് ആയിട്ട് ബേർണബ്യൂവിൽ പോകാൻ ഐ ഡോണ്ട് തിങ്ക് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആർക്കും അങ്ങനെ ഒരു ഓഡ്സ് കിട്ടിയിട്ടില്ല. I feel this is the strongest Bayern have been since the last 5-6 years. അവർ കുറച്ച് മുമ്പ് ചാമ്പ്യൻസ് ലീഗ് അടിച്ചൊരു വർഷം ഉണ്ടായിരുന്നു, കോവിഡ് ഇയർ. ഈവൻ ആ സമയത്തെ ബയണിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടൊരു ബയണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഐ ഫീൽ ദേ ആർ pretty much pretty well covered in all aspects, be it defense, midfield, attack. And Harry Kane is coming back for this fixture. He's in great form, 48 goals in all competitions already. Appo I think they have a very good chance of taking this tie. ആൻഡ് മോറോവർ എനിക്ക് തോന്നുന്നു കിലിയൻ എംബാപ്പെ വേഴ്സസ് ഹാരി കെയ്ൻ. തോമസ് നേരത്തെ പറഞ്ഞ പോലെ ഹാരി കെയ്ൻ ഒരു നല്ല ഗോൾ സ്കോറിംഗ് ഫോമിലാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് പ്ലെയർ അടുപ്പിച്ച് 2 ചാമ്പ്യൻസ് ലീഗ് സീസണിൽ 10+ ഗോൾസ് അടിക്കുന്നത്. വലിയ റെക്കോർഡാണ് ഹാരി കെയ്നും ഒരു ഇംഗ്ലീഷ് പ്ലെയറിനെ സംബന്ധിച്ച്. അറ്റ് ദി സെയിം ടൈം നമുക്കറിയാം എംബാപ്പെ ഒരു every 56 minutes he's scoring a goal in Champions League. Only Erling Haaland has a better record than him in a season. So നമുക്കറിയാം it's going to be Mbappe explosiveness versus the consistency of Harry Kane. എനിക്ക് തോന്നുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈ ആണ്. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി എ 2-2 ഡ്രോ. എനിക്ക് തോന്നുന്നു റയൽ മാഡ്രിഡിൽ വെച്ചൊരു 2-2 ഡ്രോ ആയിരിക്കാം. ബയൺ മ്യൂണിക്കിന്റെ ഗോൾ സ്കോറിംഗ് റെക്കോർഡ് വേഴ്സസ് its match is happening at Bernabeu, so Real Madrid also might fight back. So I think it's going to be a 2-2 draw. What are your predictions, Vishnu and Thomas? My prediction is 3-2 for Real Madrid at Bernabeu. I think this leg will probably go to Real Madrid 2-1, mainly because it's at Bernabeu. But I think the tie overall
in my opinion, will go to Bayern Munich. സുധീഷ്, എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കണം. അപ്പൊ 2-2 ഇവിടെ ബെർണബ്യൂവിൽ 2-2 ആണെന്ന് പറയുമ്പോഴും ഡു യു തിങ്ക് ദാറ്റ് Real can get a result at Allianz Arena? What do you think? എനിക്ക് തോന്നുന്നൊരു ഷോക്ക് റിസൾട്ട് ആണ് ഞാൻ പറഞ്ഞിരുന്നത് കഴിഞ്ഞ തവണ. പക്ഷെ എനിക്ക് ഇപ്പൊ റയൽ മാഡ്രിഡിന്റെ ലീഗയിലെ പെർഫോമൻസ് കണ്ടപ്പോൾ കുറച്ച് ആ ഒരു സൈഡ് എന്റെ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2-2 ഡ്രോ ഞാൻ പറഞ്ഞുവിട്ട് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് നിങ്ങൾ പറഞ്ഞുവിട്ട് വിജയിക്കുകയാണെങ്കിൽ, ഐ തിങ്ക് ദേ ഹാവ് എ ചാൻസ്. ബട്ട് ദെൻ ബയൺ മ്യൂണിക്കിൽ പോയി അവരെ തോൽപ്പിക്കുക എന്നുള്ളത് ഒരു ടഫ് ടാസ്ക് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ ഡ്രോ ആണ് പറഞ്ഞത്, നിങ്ങൾ വിജയമാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ റിസൾട്ട് ആണെങ്കിൽ ഐ തിങ്ക് റയൽ ഹാവ് എ ഗുഡ് ചാൻസ്. ബട്ട് ദെൻ ഇഫ് ഇറ്റ് ഇസ് എ ഡ്രോ, ഐ തിങ്ക് ബയൺ ആർ ഫേവറേറ്റ്സ് ടു ഗോ ത്രൂ. സോ നമുക്ക് അടുത്ത നമ്മുടെ മെയിൻ ടൈലോട്ട് കിടക്കാം. നമുക്ക് അടുത്തത് സ്പോർട്ടിംഗ് വേഴ്സസ് അർസനൽ. 2 ആഴ്ച മുമ്പ് അർസനൽ ക്വാഡ്രുപ്പിൾ ജയിക്കുമെന്നാണ് നമ്മളുടെ ഡിസ്കഷൻ. അർസനൽ എങ്ങനെയായിരിക്കും ഇത്തവണ ക്വാഡ്രുപ്പിൾ ജയിക്കാൻ പോകുന്നതെന്നായിരുന്നു. നമ്മൾ പ്രസന്റിലോട്ട് വരുമ്പോൾ അർസനൽ FA കപ്പിൽ നിന്നും കരബാവോ കപ്പിൽ നിന്നും പുറത്തായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. അതൊരു വൻ തിരിച്ചടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്, അർസനലിനും അർസനൽ ഫാൻസിനും എല്ലാവർക്കും. എന്നിരുന്നാൽ പോലും അർസനൽ, നമ്മൾ നേരത്തെ പറഞ്ഞോട്ട് ബയൺ മ്യൂണിക് ഫേവറേറ്റ്സ് ഓവർ റയൽ മാഡ്രിഡ് സ്ലൈറ്റ്ലി ആണെങ്കിൽ, ഇവിടെ അർസനൽ ആർ ദി ഫേവറേറ്റ്സ്. ഒരു നല്ല രീതിയിൽ തന്നെ നല്ല പെർസെൻറ്റേജോട് കൂടി ഫേവറേറ്റ്സ് ആണ്. പക്ഷേ ദി ടൈമിംഗ് ഇസ് വാട്ട് മാറ്റേഴ്സ് അല്ലേ. നമുക്ക് ഇങ്ങനത്തെ ടൈസിൽ, ഈവൻ ദോ അർസനൽ ആർ ഫേവറേറ്റ്സ് കമ്മിങ് ടു ദിസ് ഫിക്സർ, നമുക്കറിയാം ദ ടൈമിംഗ് ഇസ് ഓൾവേസ് സംതിങ് ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ഇൻട്രസ്റ്റിംഗ്. ബിക്കോസ് 2 കപ്പ് ടൈസിൽ പുറത്തായി, 1 ഫൈനലും 1 ക്വാർട്ടർ ഫൈനലും, അതും സതാംപ്ടണെതിരെ, ചാമ്പ്യൻഷിപ്പിലുള്ള സതാംപ്ടണെതിരെ പുറത്തായി വരുന്ന അർസനലിന് ഒരു ഡേഞ്ചറസ് മൊമെന്റ് ആയിട്ട് എനിക്ക് ഈ നാളത്തെ കളി എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് ഇതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനറലി 2 മാച്ചസ് നമ്മള് ആർസണൽ തോറ്റു നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആസ് എ ചാമ്പ്യൻ ടീം, അല്ലെങ്കിൽ ആസ് എ ടോപ്പ് കണ്ടൻഡർ, ദർ ഹാസ് ടു ബി എ കംബാക്ക്. അപ്പൊ ഈ 2 മാച്ചസ് നമ്മൾ 2 കപ്സിൽ നിന്ന് പുറത്തായി. സോ ഇത് ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ കംബാക്ക്. റിലേറ്റീവ്ലി ഇപ്പൊ നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിന്നോ അല്ലെങ്കിൽ ബയൺ മ്യൂണിക് എന്ന് പറയുന്ന പോലത്തെ ഒരു കോമ്പറ്റീറ്റർ അല്ല ഇപ്പം നമുക്കെതിരെ വരുന്നത്. സോ ഐ തിങ്ക് ദിസ് വിൽ ബി എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഐ തിങ്ക് ദർ വിൽ ബി എ very strong comeback from Arsenal in this match, as well as on the leg which is come in Emirates. എന്നാണ് എൻ്റെ ഒരു വ്യൂ ഓൺ ദിസ് മാച്ച്. സോ ഐ സ്ട്രോങ്ലി സപ്പോർട്ട് ആർസണൽ കമ്മിങ് ബാക്ക് ഇൻ ദിസ്. നമുക്കറിയാം, വി ഹാവ് സീൻ ദിസ് സ്ക്രിപ്റ്റ് ബിഫോർ. നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് അൺഫോൾഡ് ചെയ്യുന്നത് ഈ മുമ്പും അർസനലിന്റെ കേസിൽ കണ്ടതാണ്. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു സ്പോർട്ടിംഗ് ആണ് ഒരുപക്ഷെ നാളെ അർസനലിനെതിരെ കളിക്കാൻ പോകുന്നത്. ദേ ആർ ഇൻ എ വണ്ടർഫുൾ ഫോം. അവർ നല്ല കോൺഫിഡൻസിലുമാണ്. അവര് ബോഡോ ഗ്ലിംറ്റിനെ 3-0 പുറകിൽ നിന്നിട്ട് 5-3 അവര് എക്സ്ട്രാ ടൈമിലാണ്. എന്നിരുന്നാൽ പോലും 3-3 ആക്കിയിട്ട് എക്സ്ട്രാ ടൈമിൽ 5-3 ജയിച്ച് അവർ നല്ലൊരു കോൺഫിഡൻസ്. ദേ ഹാവ് നത്തിങ് ടു ലൂസ് ആൻഡ് ഐ തിങ്ക് ദേ ഹാവ് ഗോട്ട് ദി പെർഫെക്റ്റ് ടാക്ടിക്സ് ടു ബീറ്റ് എ ടീം ലൈക്ക് അർസനൽ. അപ്പം ഒരു ഡേഞ്ചറസ് മൊമെന്റ് ആണ് അർസനൽ ഇത്. തീർച്ചയായിട്ടും ഗോയിങ് ബൈ ഫോം നമുക്കത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ സ്പോർട്ടിംഗ് ബോർഡോയെ തോപ്പിച്ചത് മാത്രമല്ല, അത് കഴിഞ്ഞ അവരുടെ ലീഗിലും ദേ ബീൻ ഇൻ ഗുഡ് ഫോം. ദേ ബീൻ സ്കോറിംഗ് 3-4 goals and they've been beating their opponents quite convincingly actually. Arsenal on the other hand are on a little bit of a downward form, if we can say that. കാരണം നമുക്കറിയാം, നമ്മൾ ഡിസംബറിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം വി ഡിസ്കസ്ഡ് ആർസണൽ ആസ് വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ഇൻ ദ ചാമ്പ്യൻസ് ലീഗ് ദിസ് സീസൺ. ആസ് ആർസണൽ ഫാൻസ് ഓൾസോ വി വർ ഫീലിംഗ് കോൺഫിഡന്റ് ദാറ്റ് വി കൻ ബീറ്റ് എനിവൺ. ലൈക്ക് വി ബീറ്റ് ബയൺ മ്യൂണിക് and we beat teams like Atletico Madrid convincingly. So we thought like, I mean, and in England also Arsenal were playing really well at the time. പക്ഷേ Arsenal are now struggling. They're struggling to create. It's not just about those 2 defeats. It's basically they've been struggling creatively, and the attack it looks like it has gone a little stagnant. അപ്പോൾ അതിന്റെ ഒരു കൺസേൺ തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് മൊമെന്റം ഫോം എല്ലാം സ്പോർട്ടിങ്ങിന്റെ കൂടെയാണ്. ആർസണൽ നീഡ് ടു ബൗൺസ് ബാക്ക്. പക്ഷേ ഈ ക്വാർട്ടർബിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഐ തിങ്ക് ഇറ്റ്സ് സംതിങ് ദാറ്റ് ദ മീഡിയ ഫോഴ്സ്ഡ് on I don't think any fan as such believed that they would win the quadruple. Maybe they would win 2 trophies is something that they had hoped for. അതിൽ നിന്ന് ഡൊമസ്റ്റിക് എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് FA കപ്പോ കരബാവോ കപ്പോ ഏതെങ്കിലും ഒന്ന് ജയിക്കുമെന്നുള്ള along with the league അല്ലെ, along with the league അങ്ങനെ 2 trophies I think was at that
time it looked like a realistic dream. But quadruple was always a media sort of a thing. Just because Arsenal fail ചെയ്യുമ്പോൾ പിന്നെ അവരെ ഹാമർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂളായി ഒരു ഒരു ഇതാണ് quadruple. Because quadruple has never been done before, and there's a reason. അല്ലെ? It's not been done even by bigger, better teams. But still, I would agree with Thomas in the sense that I think this is the time Arsenal will bounce back. I think they will take this leg 2-1, I feel. I think they have enough sort of, even though their attackers are not firing, I think they have enough quality in their team to bounce back from these 2 defeats and get a result. ഇപ്പൊ കാര്യം എനിക്ക് തോന്നുന്നു വെച്ചാല് ഇപ്പം നമ്മൾ FA കപ്പിൽ നിന്നും കാരബാവ് കപ്പിൽ നിന്നും ഔട്ട് ആയതുകൊണ്ട് തന്നെ ദ ഗുഡ് പാർട്ട് ഇസ് ദാറ്റ് ആർസണൽ ഗെറ്റ്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് എനർജി സേവ്ഡ് ഫോർ മോർ ഇമ്പോർട്ടന്റ് ടൂർണമെന്റ്സ് വെദർ ഇറ്റ്സ് UCL ഓർ പ്രീമിയർ ലീഗ്. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്കൊരു ഒരു ഫ്രം എ ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ അനദർ തിങ് ഐ ഫൈൻഡ് ഇസ് ഒരു ചാലഞ്ച് ആയിട്ട് തോന്നുന്നത് സ്പോർട്ടിംഗ് പ്ലേസ് വെരി ലോ ബ്ലോക്ക് കൈൻഡ് ഓഫ് ഡിഫെൻസീവ് സ്ട്രക്ചർ അല്ലേ. സോ അത് നമുക്ക് യൂഷ്വലി കുറച്ച് ചാലഞ്ചിങ് ആണ്, എസ്പെഷ്യലി ഇഫ് ദേ പ്ലേ വിത്ത് ദാറ്റ് 5 ഡിഫെൻസീവ് ഫോർമേഷൻ ഇൻ ദ ബാക്ക് ഇൻക്ലൂഡിംഗ് ദ ഗോൾ കീപ്പർ. നമ്മളത് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇൻ ദ പാസ്റ്റ് അഗൈൻസ്റ്റ് സച്ച് ഫോർമേഷൻസ്. ബട്ട് ഹൗവർ ഇതൊരു കംബാക്ക് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ്. I still hold on to that argument, and I'll stick to what Vishnu has predicted, 2-1 for Arsenal in the first leg, even though Sporting is very strong at their home ground. എക്സാക്ട്ലി അതാണ് ഞാൻ പറയാൻ വന്നത്. സ്പോർട്ടിംഗ് 5 കളികളും ഹോമിൽ വിജയിച്ചിട്ടാണ് അവർ വരുന്നത്. അത് മാത്രമല്ല അർസനൽസ് റെക്കോർഡ് എവേ പോർച്ചുഗീസ് ക്ലബ്സ് ഇൻ യൂറോപ്പ് ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. അത് മാത്രമല്ല നമുക്കറിയാം, കഴിഞ്ഞ തവണ നമ്മുടെ ഡിസ്കഷനിൽ പറഞ്ഞ വിട്ട് യൂറോപ്പ ലീഗിൽ ഒരു തവണ അർസനലിനെ പുറത്താക്കിയതുമാണ് സ്പോർട്ടിംഗ്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഗോയിങ് ടു ബി എ ട്രിക്കി ഗെയിം, എസ്പെഷ്യലി ദി എവേ മാച്ച്. ബട്ട് ഐ തിങ്ക് ഇൻ ദ ഓവറോൾ ടൈ അർസനൽ എമിറേറ്റ്സിൽ വെച്ച് അൾട്ടിമേറ്റ്ലി നാളെ നാളെ ഒരു 1-0 തോൽക്കുകയോ അങ്ങനെ ഒരു ബാഡ് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ ഐ തിങ്ക് അർസനൽ ക്യാൻ ഈസിലി ഓവർടേൺ. Arsenal should be through. Granted that I think it's going to be a 1-1 draw. സ്പോർട്ടിങ്ങിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അവരുടെ അറ്റാക്കിന്റെ കാര്യം, വിക്ടർ ഗോക്കറേസിന്റെ റീപ്ലേസ്മെന്റ് ആയി വന്ന ലൂയിസ് സുവാരസ് has been scoring for fun, even though the numbers are not as high as Victor Gyökeres' numbers last season. പിന്നെ അതേപോലെ തന്നെ പെട്രോ ഗോൺസാൽവസ് ഇസ് ഇൻ വെരി ഗുഡ് ഫോം, അവർ വിങ്ങർ. പിന്നെ ടിൻകാവ്, അപ്പൊ ഇവർ രണ്ടുപേരുമാണ് അവരുടെ ക്രിയേറ്റീവ് sparks, and they've been creating really, really well. They've been feeding. And I think Inacio, our center back Inacio has been playing well. He's also Diamande, ഒരു Diamande എന്ന് പറഞ്ഞ അവരുടെ ഒരു germ ആണ്, like somebody who's seen as someone who will eventually go to one of the European big clubs. He's also been playing reasonably well. They are a dangerous team. There's no doubt about it. They're a team on the ascendancy. പക്ഷേ ഐ തിങ്ക് ആർസണൽ സ്റ്റിൽ ഹാവ് എനഫ് ക്വാളിറ്റി. നമ്മൾ സതാംപ്ടൺ ഗെയിമിൽ ആർസണൽ ഹാഡ് റെസ്റ്റഡ് ലോട്ട് ഓഫ് പ്ലേയേഴ്സ്. നമ്മളത് ഗെറ്റിംഗ് റായ, റൈസ്, സുബിമെൻഡി all back into the 11 along with Calafiori, and there is reports that SA might make it. Even if he doesn't start, he can come on as a sub എന്ന് പറയുന്നുണ്ട്. So that is huge. എസ്സയുടെ ലാസ്റ്റ് മാച്ച് നമുക്കറിയാം, ബയർ ലെവർക്യൂസിനെതിരെ അടിച്ച ഒരു വണ്ടർ ഗോൾ ആണ്. He got injured soon after that. Now if he comes back, it will be a big boost for Arsenal. There's no doubt about it. Okay. Anyway, another വേറൊരു ഇൻട്രസ്റ്റിംഗ് ട്രിക്കി ടൈ ആണ് നാളത്തേത്. അർസണൽ ട്രാവലിംഗ് ടു സ്പോർട്ടിംഗ്. സോ ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് ഗോയിങ് ടു ബി എന്റർടൈനിങ്. നമുക്ക് അടുത്ത മൂന്നാമത്തെ മത്സരത്തിലോട്ട് കിടക്കാം. ഇറ്റ്സ് PSG വേഴ്സസ് ലിവർപൂൾ. നമുക്കറിയാം ലിവർപൂൾ ഈ പറഞ്ഞ കൂട്ട് അർസണൽ കരബാവ് കപ്പിൽ സിറ്റിക്കെതിരെ തോറ്റതുപോലെ തന്നെ അതിലും വൺ സൈഡഡ് ആയ രീതിയിൽ മാൻ സിറ്റി ലിവർപൂളിനെ FA കപ്പിൽ 4-0 എർലിംഗ് ഹാലൻഡ് ബാക്ക് ടു ഫോം ഹാട്രിക് ഒക്കെ അടിച്ചുകൊണ്ട് ഒട്ടും ഫോമിലല്ലാത്ത രീതിയിൽ കളിച്ചുകൊണ്ട് ലിവർപൂൾ 4-0 കളി തോറ്റു. നമുക്കറിയാം പറഞ്ഞ കൂട്ട് തന്നെ ബയൺ മ്യൂണിക് ആർ ഫേവറേറ്റ്സ് ഓവർ റയൽ മാഡ്രിഡ് ടു വിൻ, അർസണൽ ആർ ഫേവറേറ്റ്സ് ഓവർ സ്പോർട്ടിംഗ് ടു വിൻ. ഈ കേസിൽ PSG ആർ ഓവർവെൽമിംഗ്ലി ഫേവറേറ്റ്സ് ടു ബീറ്റ് ലിവർപൂൾ. അത് നമുക്ക് അണ്ടർസ്റ്റാൻഡബിളും ആണ്. നമ്മളവിടെ റെക്കോർഡ് രണ്ട് ടീമിന്റെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും വൈ PSG എന്തുകൊണ്ടാണ് അവർ ഇത്രയും ഫേവറേറ്റ്സ് ആയിട്ട് കളിയിലോട്ട് വരുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നത് ആർനെ സ്ലോട്ടിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന ഒരു പക്ഷേ ഈ സീസണിൽ സാക്ക് ചെയ്യില്ലായിരിക്കും, പക്ഷെ നെക്സ്റ്റ് സീസണിൽ അദ്ദേഹം അവിടെ സീറ്റിൽ ഉണ്ടാകുമോ
എന്നുള്ളതിനൊരു ഉത്തരമായിരിക്കും നാളത്തെ മത്സരം അല്ലേ? അല്ലേ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഇറ്റ്സ് ലിവർപൂൾസ് ലാസ്റ്റ് ചാൻസ് ടു സാൽവേജ് എ ട്രോഫി അല്ലേ, ആൻഡ് ഈവൻ ദെൻ ഇറ്റ്സ് എ ലോങ് ഷോട്ട്. ചാമ്പ്യൻസ് ലീഗിൽ കമ്പയർഡ് ടു ഹൗ ദേ ബിൻ പ്ലേയിങ് ഡൊമസ്റ്റിക്കലി, ദേ ഹാഡ് എ വെരി പുവർ സീസൺ ബൈ ദർ സ്റ്റാൻഡേർഡ്സ്. കഴിഞ്ഞ തവണ ലീഗ് അടിച്ച ടീമാണ്, ആൻഡ് ദേ സ്പെൻഡ് ഓവർ 400 million ഇൻ ആൻഡ് അറൌണ്ട് ദാറ്റ് മാർജിൻ. ദേ വർ എക്സ്പെക്ടഡ് ടു ലൈക്ക് ഡു വെൽ ഇൻ ഓൾ കോമ്പറ്റീഷൻസ് ദിസ് സീസൺ, പക്ഷേ ദേ സ്ട്രഗിൾ. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഈ സെറ്റ് ഓഫ് ഫിക്സ്ചേഴ്സിലെ ഈ ക്വാർട്ടർ ഫൈനൽ ഫിക്സ്ചേഴ്സിലെ ഏറ്റവും ഈസിയസ്റ്റ് ടൈറ്റ് കോൾ. ഐ തിങ്ക് PSG are gonna like walk away with it. I don't think Liverpool have any chance of getting any result in this fixture, especially after their 4-0 defeat against City. അവരുടെ കോൺഫിഡൻസ് ഫുൾ ലോ ആണ്. മുഹമ്മദ് സാല missed a penalty in the game. He's been struggling. Another one of their powerhouses, Van Dijk, has been struggling in defense. They really need like moments of magic, like Sabosalahയുടെ ഫ്രീ കിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മാജിക്കൽ മൊമെന്റ്സിലൂടെ മാത്രമേ അവർക്കിപ്പോൾ എനിക്ക് തോന്നുന്നു PSG എതിരെ ഗോൾ അടിക്കാൻ പറ്റുള്ളൂ. ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദ ഹെവിലി വൺ സൈഡഡ് ഫിക്സ്ചേഴ്സ് ഇൻ ദിസ് റൗണ്ട്, ആൻഡ് ഐ എം നോട്ട് സീയിങ് ആൻ അപ്സെറ്റ് ഇൻ ദിസ് വൺ. എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്, PSG അവരുടെ XG അവർ ഓവർഷൂട്ട് ചെയ്ത് ആണ് അവർ ചാമ്പ്യൻസ് ലീഗിൽ പെർഫോം ചെയ്യുന്നത്. വേറെ ലിവർപൂൾ അണ്ടർ പെർഫോമിംഗ് ആണ്. എനിക്കൊന്ന് -3.7 അങ്ങനെ എന്തോ ഒരു സ്റ്റാറ്റ്സ് ഞാൻ കണ്ടായിരുന്നു. എനിക്കൊന്ന് ലിവർപൂളിന്റെ അറ്റാക്ക് ഒട്ടും ഫയർ ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു മാസീവ് റീസൺ ആണ് ഒരു പക്ഷേ PSG ഇത്രയും ഫേവറേറ്റ്സ് ആയിട്ട് വരാൻ, അല്ലേ തോമസ്? തീർച്ചയായിട്ടും PSG are defending champions. They are dominating their domestic league. തീർച്ചയായിട്ടും I think it will be a very one-sided fixture, this one as well as the second leg. PSG will be easily through to the next round എന്നാണ്. I think it's a no-brainer എന്ന് വേണമെങ്കിൽ പറയാം, unless some major upset happened. സുധീഷ് പറഞ്ഞത് എനിക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് വെച്ചാൽ, മേ ബി ഇഫ് ദിസ് ഫോം കണ്ടിന്യൂസ്, ഇഫ് ദിസ് ഡിപ്പ് കണ്ടിന്യൂസ്, മേ ബി സീസൺ തീരുന്നിടം വരെയും സ്ലോട്ട് ചിലപ്പോൾ ക്ലബിൽ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എസ്പെഷ്യലി ഇപ്പം 2 ലെഗിലായിട്ട് മേജർ ട്രാക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ, ലൈക്ക് 7-1 തോറ്റു കഴിഞ്ഞാൽ he may have to leave this season itself എന്നൊരു സിറ്റുവേഷനോടെ വരാം. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു മോസല ആൻഡ് സ്ലോട്ട് കുറെ ഐ തിങ്ക് ദേ ആർ നോട്ട് ഇൻ എ ഗുഡ് ടേംസ് എന്നൊക്കെ കുറെ ന്യൂസ് ഉണ്ടല്ലോ. സോ ഇറ്റ് കുഡ് ബി ആൻ എൻഡ് ഫോർ ഹിം ഇഫ് തിങ്സ് ഡസ് നോട്ട് ടേൺ അറൌണ്ട്, എസ്പെഷ്യലി ആഫ്റ്റർ ദിസ് ഹ്യൂജ് ഡിഫീറ്റ് അഗൈൻസ്റ്റ് മാൻ സിറ്റി. പിന്നെ അത് മാത്രമല്ല PSG എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ ഈ സീസണിലും ഫേസ് ചെയ്ത എല്ലാ പ്രീമിയർ ലീഗ് ടീംസിനെയും, എനിക്ക് തോന്നുന്നു പേഴ്സിനെയും മാൻ സിറ്റിയും അർസനലിനെയും ലിവർപൂളിനെയും എല്ലാവരെയും വെരി കൺവിൻസിംഗ് വിൻസ്. അതെ തോപ്പിച്ചുകൊണ്ടാണ് അവർ കഴിഞ്ഞ തവണ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചതും. ഇത്തവണയും സൂപ്പർ കപ്പിലും സ്പേഴ്സിനെ തോപ്പിച്ചു, ഗ്രൂപ്പ് സ്റ്റേജിലും തോപ്പിച്ചു. പിന്നെ ചെൽസിയെ നമുക്കറിയാം 8-2 വളരെ സിംഗിൾ ഹാൻഡഡ്ലി ആണ് അവർ കഴിഞ്ഞ റൗണ്ടിൽ തോപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ചെറിയ ഈ പറഞ്ഞ കൂട്ടി നേരത്തെ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചപ്പോൾ ലിവർപൂളിന് എവിടെയോ ഒരു സ്ലൈറ്റ് എഡ്ജ്, ഒരു ചെറിയൊരു എന്താ ചാമ്പ്യൻസ് ലീഗ് നൈറ്റ് അറ്റ് ആൻഫീൽഡ് എന്നുള്ള ആ ഒരു എനർജി. പക്ഷെ എനിക്കൊന്ന് ഫസ്റ്റ് മാച്ച് എവേ അവരെ ഒരു വലിയ തോൽവി ഫേസ് ചെയ്യുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ കം ബാക്ക് ഫോർ ദം. ഒരു ഡ്രോ എങ്ങനെയെങ്കിലും പിടിക്കാൻ പറ്റിയാൽ മേ ബി ദർ ഇസ് എ സ്ലൈറ്റ് ചാൻസ്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഐ എം ഗോയിങ് ഫോർ എ 3-0 to PSG or 3-1, something like that. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? I will go by 3-1 for PSG in this fixture, the coming one. എനിക്ക് തോന്നുന്നു I'll go with PSG winning by a 2-goal margin. And I said 2 goals only because Bradley Barcola is missing this clash. He'll probably miss the second leg also. And big loss for Liverpool will anyway be Alisson Becker won't be available for both games. So that is a huge blow to them. Like he's been important in all their Champions League big victories. അപ്പം അതെല്ലാം കൂടി നോക്കുമ്പോൾ a 2-goal margin win for PSG. That's what I think in this leg. And I think Kvaratskhelia is going to be a huge player to watch out for, especially നമുക്കറിയാം ഒരു വളരെ നല്ല ഫോമിലാണ് അദ്ദേഹം. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി an interesting match. So the last match is the Spanish rivals, ബാർസലോണ അത്ലറ്റിക്കോ മെഡ്രിഡ് മാച്ചാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാർസലോണ ഹെവി ഫേവറേറ്റ്സ് ആണ് ഈ കളിയിലോട്ട് വരുമ്പോൾ. പക്ഷെ നമുക്കറിയാം ലാസ്റ്റ് വീക്ക് നടന്ന ലാലിഗ മാച്ചിൽ കഷ്ടിച്ചാണ് ബാർസലോണ ജയിച്ചത്. ലാസ്റ്റ് 88ാമത്തെ മിനിറ്റിൽ ഒരു ലക്കിലൂടെ റോബർട്ട് ലെവാൻഡോസ്കി ഒരു ഗോൾ അടിച്ചാണ് അവർ കളി ജയിച്ചത്. നമ്മൾ അത്ലറ്റിക്കോ മെഡ്രിഡിനെ ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് തോന്നുന്നു, അല്ലേ തോമസ്? തീർച്ചയായിട്ടും
ഒരു കാരണവശാലും അത്ലറ്റിക്കോ മാഡ്രിഡിനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത്. എസ്പെഷ്യലി നമ്മൾ ഓവർ 10 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് 2013-14 അതുപോലെ തന്നെ 15-16 സീസൺസിൽ അണ്ടർ സിമിയോണിസ് ഗൈഡൻസ് ഇറ്റ്സെൽഫ് 2 തവണ അവർ മീറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ UCL. 2 തവണയും അത്ലറ്റിക്കോ മാഡ്രിഡ് ഹാസ് വൺ ദ ഡ്രോസ്. അപ്പോൾ അതൊരു ഹിസ്റ്റോറിക്കലി ഒരു അഡ്വാൻറ്റേജ് അത്ലറ്റിക്കോ മാഡ്രിഡിനുണ്ട്. പിന്നെ സിമിയോണിയുടെ ഒരു സ്റ്റൈൽ അറിയാമല്ലോ, വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഡിഫെൻസീവ് ബ്ലോക്ക് വെച്ചിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. അപ്പം യുനോ അതിന്റെ ഇടയിൽ കൂടെ ഗോൾ അടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇവൻ ദോ ബാഴ്സലോണ ഇസ് ഓൾ അബൌട്ട് അറ്റാക്ക്. പിന്നെ അതുപോലെ ബാഴ്സലോണ ഹാസ് ഇറ്റ്സ് ഓൺ വൾണറബിലിറ്റി വിത്ത് ഡിഫൻസ്. അപ്പം കൗണ്ടർ അറ്റാക്കിൽ കൂടെ ലുക്മാൻ അല്ലെങ്കിൽ ഗ്രീസ്മാൻ അല്ലെങ്കിൽ യുനോ ദർ മെയിൻ സ്ട്രൈക്കർ അൽവാരസ് ഇവരെയൊക്കെ ഉപയോഗിച്ചിട്ട് ദേ ക്യാൻ ഡു എ കൗണ്ടർ അറ്റാക്ക് ആൻഡ് സ്കോർ ഓൾസോ. സോ വി കാണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് അത്ലറ്റിക്കോ. ഇറ്റ്സ് എ വെരി ഈവൻലി പോയിസ്ഡ് ഡ്രോ ആണ്. ഫസ്റ്റ് മാച്ചസ് അറ്റ് ക്യാമ്പ് ന്യൂ. സോ അതുകൊണ്ട് ഒരു ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് ബാഴ്സലോണയ്ക്ക് ഉണ്ടാവാം. പക്ഷേ സിമിയോണിക്ക് വളരെ പരിചിതമായ ഉള്ളൊരു ടീമാണ് ബാഴ്സലോണ. ഹി ഹാസ് ബീൻ മാനേജിങ് അത്ലറ്റിക്കോ മാഡ്രിഡ് അഗെയിൻസ്റ്റ് ബാഴ്സലോണ ഫോർ ഇയേഴ്സ്. അപ്പം അതുകൊണ്ട് തന്നെ ഹീസ് വെരി ഫെമിലിയർ. ഇപ്പൊ എനിക്കൊന്ന് കോപ്പ ഡെൽ റേ മാച്ച് തന്നെ ഐ തിങ്ക് ബാഴ്സലോണ വാസ് എലിമിനേറ്റഡ് ബൈ അത്ലറ്റിക്കോ മാഡ്രിഡ്. അതുപോലെ തന്നെ ഐ തിങ്ക് റീസെന്റ് ദ ലീഗ് മാച്ചിൽ ഈവൻ ദോ ബാഴ്സലോണ ഹാസ് വൺ, അതിനുശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ ഐ തിങ്ക് ഹി ഹാസ് മെൻഷൻ ദാറ്റ് ഈസ് പ്ലാനിങ് ടു പുട്ട് ഓൾ ദ എഗ്സ് ഇൻ വൺ ബാസ്കറ്റ് ഫോർ ദ ചാമ്പ്യൻസ് ലീഗ് മാച്ച്. കാരണം ഒത്തിരി പേരെ റെസ്റ്റ് ചെയ്യിച്ചാണ് ലാസ്റ്റ് മാച്ചിൽ സിമിയോണി ടീം ഇറക്കിയത്. സോ ഡെഫിനറ്റ്ലി ഓവറോൾ ഇറ്റ്സ് എ വെരി ഈവൻലി പോയസ്റ്റ് ഫിക്സ്ചർ. 2 ലെഗ്സ് ആണെങ്കിലും ഐ വുഡ് ആക്ച്വലി ഫേവർ അത്ലറ്റിക്കോ മാഡ്രിഡ് വിന്നിംഗ് ദിസ് ഡ്രോ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു വാലിഡ് പോയിന്റ് ആണ് തോമസ് പറഞ്ഞത്. അതായത് ഈവൻ ദോ ബാഴ്സലോണ ദേ ആർ സ്കോറിംഗ് ഫോർ ഫൺ ബട്ട് ദെയർ ഡിഫൻസ് ഇസ് കൈൻഡ് ഓഫ് ലീക്കിംഗ് ഗോൾസ്. വെരി കഴിഞ്ഞ പെത്തറ്റിക്. 13 ചാമ്പ്യൻസ് ലീഗ് മാച്ചിലും അവർ ക്ലീൻ ഷീറ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് അതൊരു കൺസേൺ ആയിരിക്കുമല്ലോ വിഷ്ണു, Exactly. ഈ ബാഴ്സലോണയുടെ ലീക്കി ഡിഫൻസ്. തീർച്ചയായിട്ടും their defense is not as strong as it has been in previous seasons. Even though they are leading in the La Liga, it also shows that Real Madrid is really not shown up. അതാണ് rather than Barcelona performing. അപ്പോൾ നമുക്ക് ലീഗ് ലീഡേഴ്സ് ആയതുകൊണ്ടും അത്ലറ്റിക്കോ മാഡ്രിഡ് 4th ആയതുകൊണ്ടും we can't think that Barcelona are favorites. തോമസ് പറഞ്ഞ പോലെ തന്നെ I think on paper this is the most evenly poised game out of all the 4 quarter final fixtures. It's very difficult to call this one. പിന്നെ ഇതിനകത്ത് ഒരു ക്രൂഷ്യൽ സാധനം എന്ന് പറഞ്ഞാൽ ക്രൂഷ്യൽ ആസ്പെക്ട് ഇസ് ഐ തിങ്ക് റാഫീഞ്ഞ മൈറ്റ് മിസ് ദിസ് ഫിക്സ്ചർ അല്ലേ. ഐ തിങ്ക് ഈസ് കൺഫേം ടു മിസ് ദ ഫസ്റ്റ് വൺ അറ്റ് ലീസ്റ്റ്. ഹീസ് ബീൻ എ key player for Barcelona this season. അപ്പം yeah, they still have Yamal, they still have Lewandowski. പക്ഷേ they will miss a big player like Rafinha. പിന്നെ നമ്മൾ കണ്ടല്ലോ കോപ്പ ഡെൽ റേയിലെ ഒരു 2-leg ആൻഡ് ഇറ്റ് ഈസ് സോർട്ട് ഓഫ് കൈൻഡ് ഓഫ് ഫോർ ഷാഡോയിങ് വാട്ട് കുഡ് ഹാപ്പൻ അല്ലേ. സോ അന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് ജയിച്ചത്. ഐ നോ ഇറ്റ് വാസ് എ നാരോ വിൻ. ഫസ്റ്റ് ലെഗിൽ അത്ലറ്റിക്കോ 4-0 ജയിച്ചു, സെക്കൻഡ് ലെഗിൽ ബാഴ്സലോണ 3-0 ജയിച്ചു. അത്ലറ്റിക്കോ went through. But Atletico is one of those teams that can really cause big teams trouble in these sort of competitions. They have done it a lot in the past. And Barcelona is one of those teams that kind of play to Atletico's strengths. Thomas പറഞ്ഞ പോലെ തന്നെ there are a lot of players who can take advantage of Barcelona's leaky defense. None more than Julian Alvarez, and he'll be supported well by Lookman, Griezmann if he starts. Anyway, Griezmann, I'm expecting him to play a key role this season. If he doesn't start, I think he'll come on and do well. Yeah, because he would love to haunt his former team. അപ്പം yeah, so it's one of the most interesting fixtures in this round. എനിക്ക് തോന്നുന്നത് പോലെ ഹൂലിയൻ അൽവാരസ് ഒരു പക്ഷേ കുറച്ച് മോട്ടിവേറ്റഡ് ആയിരിക്കും. ഒരു പക്ഷേ ഇത് ഇദ്ദേഹത്തിന്റെ ലാസ്റ്റ് സീസൺ ആയിരിക്കാം അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്നത്. ആൻഡ് ഈസ് എ കീ പ്ലെയർ ഫോർ ദം. ഒരു പക്ഷേ ബാർസലോണയിലോട്ടോ അർസനലിലോട്ടോ ഇങ്ങനെയൊക്കെ റൂമർ കേൾക്കുന്നുണ്ട്, അങ്ങോട്ടോ ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് സീസണിൽ. സോ ഹി വിൽ ബി വിഷിംഗ് ടു പാർട്ട് വേസ് ബൈ വിന്നിംഗ് അറ്റ്ലീസ്റ്റ് ടേക്കിംഗ് ദം ടു ദ സെമി ഫൈനൽസ് ഓഫ് ഫൈനൽസ്. സോ ഇറ്റ്സ് അനദർ ഇൻട്രസ്റ്റിംഗ് ബാറ്റിൽ. സോ ഐ തിങ്ക് ഈ മാച്ച് നിങ്ങൾ പറഞ്ഞ ഒരു ടൈറ്റ് ഇതാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു I think I'm going for a 2-1 victory for Atletico. What about you guys? I will also go with 2-1 for Atletico. I think Barca might win this fixture 2-1 is what I'm feeling because of the Camp Nou വെച്ച് ആയതുകൊണ്ട് മാത്രം. But overall, the tie, I'm going with Atletico. It will be a low scoring ties altogether. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. I think ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾ അത്ലറ്റിക്കോയുടെ വക ഒരു വിന്നർ എനിക്ക് തോന്നുന്നു അതിനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്.
കഴിഞ്ഞ മത്സരം അത്ലറ്റിക്കോ തോറ്റെങ്കിലും ദാറ്റ്സ് ബിക്കോസ് ദേ ലോസ്റ്റ് എ പ്ലെയർ അല്ലേ. ഇറ്റ് വാസ് എ 10-man അതെ. അത്ലറ്റിക്കോ ആൻഡ് ഈവൻ Yes, ദെൻ yes. ബാസ സ്ട്രഗിൾ ടു ബ്രേക്ക് ദം ഡൗൺ. Yeah. They needed a lucky goal to win it. അപ്പോൾ ഒരു ഫുൾ സ്ട്രെങ്ത് അത്ലറ്റിക്കോയ്ക്കെതിരെ it's going to be difficult for Barcelona. Typical. സോ യാ, എന്തായാലും നമ്മളൊരു 4 ഇൻട്രസ്റ്റിംഗ് മാച്ചസ് ആണ് ഈ 2 ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ഹോപ്പ്ഫുള്ളി ദേ ടേൺ ഔട്ട് ടു ബി ആസ് ഇൻട്രസ്റ്റിംഗ് ആസ് വി ആർ എക്സ്പെക്ടിങ് ദം ടു ബി. നമുക്ക് ഒരു നല്ല 2 ദിവസം പ്രതീക്ഷിക്കാം. നമുക്ക് ആരാണ് അടുത്ത റൗണ്ടിലോട്ട് കടക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അർസനലിന് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു ടൈ ആണ് നാളെ. 2 കപ്പിൽ നിന്ന് പുറത്തായി. സോ ഐ തിങ്ക് ദേ ഹാവ് ടു വിൻ tomorrow's match. I think they have to win the tie at least over the 2 legs. അവരെ കയറിയേ പറ്റുള്ളൂ എന്നുള്ളൊരു ചെറിയ പ്രഷർ അവർക്കുണ്ട്. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി ഇൻട്രസ്റ്റിംഗ് ആസ് ഫർ ദി പ്രീമിയർ ലീഗ് ഇസ് കൺസേൺ. ആൻഡ് ലിവർപൂൾ ഓൾസോ ഇഫ് ദേ ക്യാൻ വിൻ അഗെയിൻസ്റ്റ് ദി ഓഡ്സ് ഇറ്റ്സ് ഗോയിങ് ടു ബി അമേസിങ്. അങ്ങനെ ഒരു മാച്ചാണ് നമ്മളെ കാത്തിരിക്കുന്നതെങ്കിൽ അതൊരു ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻ അമേസിങ് എക്സ്പീരിയൻസ്. ഓവറോൾ നല്ലൊരു 4 മത്സരങ്ങളായിരിക്കും നമ്മൾ കാണാനിരിക്കുന്നത്. എന്തായാലും താങ്ക് യു തോമസ്, താങ്ക് യു വിഷ്ണു ഫോർ ജോയിനിങ് ദിസ് ഡിസ്കഷൻ. നമുക്ക് നമ്മുടെ Thank you, നെക്സ്റ്റ് Sudesh. ഡിസ്കഷനിൽ Thank you, കാണാം. Vishnu. താങ്ക് യു.